9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കം. ലിലി അവളുടെ അച്ഛൻ്റെ മാസ്റ്ററെ ചെന്ന് കാണുവാണ്. അവൾ ചോദിക്കും, എൻ്റെ അച്ഛൻ്റെ പെയിൻറ്റിങ്ങുമായിട്ട് സിമിലറായി വരയ്ക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ജൂനിയർ ചൂ. പക്ഷേ ചൂവിൻ്റെ പെയിൻറ്റിങ്ങിൽ ചില പ്രധാന കാര്യങ്ങൾ എപ്പോഴും മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അയാളുടെ പെയിൻറ്റിങ് എൻ്റെ അച്ഛൻ്റെ അത്ര നല്ലതല്ലെന്നാണോ നിങ്ങൾ പറയുന്നേ? പക്ഷേ അത് അന്നായിരുന്നു. ആർട്ടിസ്റ്റുകൾ വളർന്നുകൊണ്ടിരിക്കുമല്ലേ. മിസ്റ്റർ യു, നിങ്ങളിപ്പോൾ ചൂവിനെ പറ്റി പറഞ്ഞത് മീഡിയയുടെ മുൻപിൽ ഒന്നുകൂടെ പറയാമോ? എന്താ, ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനെ പബ്ലിക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നോ? എന്താ നിന്റെ ഉദ്ദേശം? ചൂ എൻ്റെ അച്ഛൻ്റെ പെയിൻറ്റിങ് കട്ടെടുത്തു, അത് തെളിയിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ? നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അവരൊരിക്കൽ മഞ്ഞുമലകളുടെ പെയിൻറ്റിങ് ചെയ്യാൻ പോയി, അച്ഛൻ അവിടെ വെച്ച് മരിച്ചു. പക്ഷേ ചൂ രക്ഷപ്പെട്ടു. അച്ഛൻ്റെ പെയിൻറ്റിങ് മിസ്സിങ് ആയിരുന്നു. ചൂ അതെടുത്ത് വലിയ ആളായി. ഒരു തെളിവില്ലാതെ വെറുതെ ഓരോ കഥ മെനഞ്ഞുണ്ടാക്കി ആളുകളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ് അയാൾ വലിയ രീതിയിൽ ദേഷ്യപ്പെടും. പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് അയാൾ അവിടെ ഇരിക്കും. ലിലിക്കും വിഷമം തോന്നി. സോറി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയതല്ല എന്ന് പറഞ്ഞ് അവൾ പോകും. അവൾ വന്ന് വണ്ടിയിൽ കയറും, പുറകെ ടിയാനും. അവരവിടെ നിന്ന് പോകും. പിറ്റേ ദിവസം നമ്മുടെ ടീം ലഗേജ് എല്ലാം എടുത്ത് പുതിയ യാത്രയ്ക്കായി ഹോട്ടലിൽ നിന്ന് വരുവാണ്. ലിലിക്ക് എന്തോ അവിടെ വിട്ടു പോകാൻ വിഷമമുള്ളതുപോലെ. ടിയാൻ അവളെ വിളിക്കും. വന്ന് വണ്ടിയിൽ കയറാൻ പറയും. ഇപ്പോൾ ലവ് ജേണി തുടരുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു പോലീസുകാർ കൊണ്ടു നിർത്തും. പോലീസുകാർ വന്നിട്ട് ആരാ ലിലി എന്ന് ചോദിക്കും. ഞങ്ങളുടെ കൂടെ അന്വേഷണത്തിന് സഹകരിക്കണമെന്ന് പറയും. എന്താ പ്രശ്നമെന്ന് അവർ ചോദിക്കുമ്പോൾ മിസ്റ്റർ യുവിൻ്റെ വീട്ടിൽ നിന്ന് ആരോ അവളെ റിപ്പോർട്ട് ചെയ്തു, അദ്ദേഹത്തെ ആക്രമിക്കുകയും അവിടെ മോഷണം നടത്തുകയും ചെയ്തതിന്. എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. മിസ്റ്റർ യു ഇപ്പോൾ എവിടെയുള്ളത്? ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് കിട്ടിയ വിവരം വെച്ച് പുള്ളി അവസാനമായി കണ്ടത് നീയാണെന്ന് പോലീസുകാർ പറയും. ഇപ്പോൾ ലിലിയെ സ്റ്റേഷനിൽ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ഇന്നലെ രാത്രി മിസ്റ്റർ യു ആയിട്ട് നീ എന്തെങ്കിലും വാക്കുതർക്കുണ്ടായോ? അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ടീച്ചറാണ്. ഞങ്ങൾ പഴയ കുറച്ച് കാര്യം സംസാരിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല. നീ ആ വീട് വിടുന്നതിന് മുമ്പ് വേറെ എന്തൊക്കെ ചെയ്തു? അവൾ അന്തം വിട്ട്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, പോരുമ്പോൾ ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. പോലീസുകാരൻ അവളുടെ അടുത്തേക്ക് വന്ന് കുറച്ച് ഫോട്ടോസ് കാണിച്ചു ചോദിക്കും. ഇത് ക്രൈം സീനാണ്. ആ റൂം മുഴുവൻ വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ വരുമ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു എന്ന് അവൾ പറയും. ലിലി, നീ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ ആണയിടും. പോലീസുകാരിപ്പോൾ അവളെ പിടിച്ചുകൊണ്ട് പോവാണ്. അതിലൊരാൾ വന്നിട്ട് അവരോട് പറയും, മിസ്റ്റർ യുവിൻ്റെ ഹാർട്ട് അറ്റാക്ക് അല്ലാതെ ആ വീട്ടിൽ മോഷണം നടന്നതിൻ്റെ ലക്ഷണങ്ങളും ഉണ്ട്. ഇപ്പോൾ എല്ലാ തെളിവുകളും ലിലിക്ക് എതിരെയാണുള്ളത്. അവൾ തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ഞങ്ങൾ വേണേൽ സാക്ഷി പറയാമെന്ന് അവൻ പറയും. മിസ്റ്റർ യുവിൻ്റെ ഫാമിലി അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കേസ് തെളിയുന്നത് വരെ അവളെ ഇവിടുന്ന് വിടില്ല. നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ പോകും. ഇപ്പോൾ ടിയാൻ ഒറ്റയ്ക്ക് നടക്കുവാണ്. അവൻ ആരും കാണാതെ ക്യാപ്റ്റനെ ഫോൺ ചെയ്യും. ലിലിയെ ലോക്കൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നുള്ള കാര്യം അവൻ പറയും. എന്താ സംഭവം എന്ന് ക്യാപ്റ്റൻ ചോദിക്കും. അവൾ ഒരാളെ കാണാൻ വേണ്ടി ഈ സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അവൾ കണ്ട് തിരിച്ചു വന്നതിന് തൊട്ടു പിന്നാലെ വീട്ടുകാരെ വിളിച്ച് അവിടെ മോഷണം നടന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല അയാൾ ഹോസ്പിറ്റലിലുമാണ്. നിനക്കെന്താ തോന്നുന്നതെന്ന് പറ. സത്യം പറഞ്ഞാൽ ലിലിക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ടിയാൻ, നിനക്ക് അവളെ എത്രത്തോളം അറിയാം? അവൾ ശരിക്കും ക്രിമിനൽ ആണെങ്കിലോ? തെളിവാണ് മുഖ്യം. നീ കണ്ടത് എന്താന്ന് വെച്ചാൽ പറ. ലിലി പോയതിന് തൊട്ടു പിന്നാലെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് ഞാനും ഇറങ്ങി ഒരു മൂലയിൽ ഒളിച്ചിരുന്ന് അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ അവൾ വാതിൽ തുറന്ന് തിരിച്ചിറങ്ങി വന്നു. അപ്പോൾ അയാൾ ഓക്കെ ആയിരുന്നോ? അതെ ക്യാപ്റ്റൻ, ഞാനും ലോക്കൽ പോലീസിന്റെ കൂടെ ചേർന്ന് ഈ കേസ് അന്വേഷിക്കട്ടെ. ശരി, ഞാൻ ലോക്കൽ പോലീസിനെ വിളിച്ച് ഏർപ്പാട് ചെയ്യാം. കേസ് എത്രയും വേഗം സോൾവ് ചെയ്യാൻ നോക്ക്. ഇപ്പോൾ ഷിയ കമന്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവമാരൊക്കെ ഇങ്ങനെ ഇത്ര മോശം കമന്റ് ഇടുന്നെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. എപി പലതും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കെവിൻ എന്ത് ചെയ്യുന്ന അവൾ ചോദിക്കും. അവനാണെങ്കിൽ കട്ടിലെ തന്നെ ആലോചിച്ച് കിടപ്പാണ്. അവൻ്റെ ഒരു കോള് വരും. അതെടുക്കുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവനുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നവർ പിന്മാറുവാണെന്ന് പറയും. ടിയാൻ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ചെല്ലും. അവരോട് ഞാൻ ക്യാപ്റ്റൻ ഫെങ് പറഞ്ഞിട്ട് കേസ് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറയും. അവനിപ്പോൾ കുത്തിയിരുന്ന് മിസ്റ്റർ യുവിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ക്യാമറയെല്ലാം പരിശോധിക്കുവാണ്. അവൻ അവരോട് ഈ ക്യാമറയിൽ ചില ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. ലിലി പോയതിനു ശേഷം വേറെ ആരെങ്കിലും വന്നാലും അത് ഈ ക്യാമറയിൽ കാണണമെന്നില്ല എന്ന് പറയും. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നമുക്ക് തെളിവാണ് വേണ്ടത്. നിങ്ങൾ ക്രൈം സീനിൽ പോകുന്നുണ്ടോ? ഞാനും വരുന്നുണ്ടെന്ന് അവൻ പറയും. ഇപ്പോൾ ഹോട്ടലിൽ എപി ഭക്ഷണം എല്ലാം വാങ്ങിക്കൊണ്ട് വരും. അവരെന്നിട്ട് കെവിനെ വിളിക്കാൻ ചെല്ലും. അവൻ ഇപ്പോഴും കിടപ്പ് തന്നെയാണ്. ഉറങ്ങുമ്പോഴും ഇവന്റെ വായിൽ കോലുമുട്ടായി ആണല്ലോ എന്ന് കളിയാക്കി അവരതെടുക്കാൻ കൈ നീട്ടുമ്പോൾ അവൻ കണ്ണു തുറക്കും. ബോസേ, വാ വന്ന് ഡിന്നർ കഴിക്കാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവൻ കിടക്കും. അവരവനെ കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ചു കൊണ്ടുപോകും.
ഇപ്പോൾ ടിയാനും വേറൊരു പോലീസുകാരനും കൂടെ ക്രൈം സീൻ കാണാൻ പോവാണ്. അവൻ അവിടെയുള്ള ക്യാമറകളും ചുറ്റുപാടും എല്ലാം ശ്രദ്ധിച്ചു നോക്കും. ഇപ്പോ ഇവര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കും. ഞാൻ നിനക്ക് വാരി തരണമെന്ന് ചോദിച്ച് ഷിയ വലിയ കാര്യത്തിൽ കെവിന് ഫുഡ് എടുത്തു കൊടുക്കുമ്പോൾ അവന്റെ ചിന്ത, ലിലി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ? അവള് മുഖം കറുപ്പിച്ച്, അവിടെ 3 നേരം ഭക്ഷണം ഉണ്ടാകുന്ന പോലീസ് പറഞ്ഞത്. ശരിക്കും? എന്താ നിനക്കും ജയിലിൽ പോണോ? ടിയാൻ എവിടെ പോയിന്ന് അറിയുക പോലും ഇല്ലാന്ന് ഏപ്പയും പറയും. അവനിപ്പോ അവിടെയെല്ലാം ചുറ്റി നടന്ന് എന്തോ കാര്യം കണ്ടെത്തും. മറ്റേ പോലീസുകാരൻ അവനെ വിളിച്ച്, നിനക്കത് മനസ്സിലായല്ലേ എന്ന് ചോദിക്കും. അതെ, ഈ കാറിന്റെ ഫ്രണ്ട് ക്യാമറ, നമുക്ക് ഓണറിനെ വിളിച്ച് അത് പരിശോധിക്കാം. അവരിപ്പോ ആ വീഡിയോ കാണുവാണ്. അതിലൊരു കറുത്ത രൂപം വീടിന്റെ മതില് വലിഞ്ഞു കയറുന്നത് കാണാം. ഇനി അവളെ വിടാലോന്ന് ടിയാൻ ചോദിക്കും. അത് വെറും ഒരു ഫിഗർ അല്ലേ, അത് ലിലിയല്ലാന്ന് എന്താ ഇത്ര ഉറപ്പ്? ഇത് തീർച്ചയായും ഒരാണാണ്, അവൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു രൂപം? ശരി, ഇതവളല്ലെങ്കിലും അവർ ഒരുമിച്ച് ചെയ്തതാണെങ്കിലോ? അവന് ഉത്തരം മുട്ടും. ഇന്ന് രാത്രി ഞാൻ ആ വീട്ടിലിരിക്കാം. അവൻ വീണ്ടും വരുന്നാണോ നീ വിചാരിക്കുന്നേ? ഒരിക്കൽ തോറ്റുപോയിട്ട് ആരെങ്കിലും പിന്നെയും വരുവോ? ടിയാൻ എഴുന്നേറ്റ്, അവിടെ നിങ്ങൾക്ക് തെറ്റി. ഇത് വെറും ഒരു മോഷണമല്ല. തുടക്കം തൊട്ടേ ഞങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. കൃത്യമായി പറഞ്ഞ ലിലിയെ. അവളെ പെയിന്റിങ് മിസ്റ്റർ യുവിന്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതിയാവും അയാൾ വന്നത്. ലിലി ഏതായാലും ജയിലിലാണ്. ഇതാണ് സേഫസ്റ്റ് ടൈം എന്ന് കരുതി അയാൾ വീണ്ടും വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോ ഷിയ ഫോണെല്ലാം സെറ്റാക്കി ലൈവ് തുടങ്ങും. അവർ മൂന്നും ഓരോ കാർഡ് പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ കൃത്യസമയത്ത് ലൈവ് ചെയ്യാതിരുന്നതിൽ സോറി. നിങ്ങൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും, അതൊന്നും സത്യമല്ല. പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്, എല്ലാം പെട്ടെന്ന് ക്ലിയർ ആവും. ഏപ്പൈ അടുത്തേക്ക് വന്ന്, നിങ്ങളുടെ പ്രണയം കണ്ടെത്താനുള്ള യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. ദേ ആരോ കമന്റ് ചെയ്തു. അവർ ഓടി വന്ന്, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാ, താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ എന്ന് അവർ പറയും. ഇപ്പോ ടിയാൻ കുറെ ബിയർ ബോട്ടിലുമായി ഹോട്ടലിലേക്ക് വന്നിട്ട് അവന്റെ കഴുത്തിലും ഡ്രസ്സിലും എല്ലാം പുരട്ടും. കുറച്ച് അവൻ കുടിക്കുകയും ചെയ്യും. അവൻ പോയി ഡോറ് തട്ടും. പിന്നെ അവന്റെ ആക്ടിങ് ആണ്. നീ കുടിച്ച് നാറിയാണല്ലോ വന്നിരിക്കുന്നതെന്ന് ഷിയ പറയും. അവൻ അവിടെ ചെന്നിരുന്ന്, ആ വീട്ടിലെ മോഷണം ശരിക്കുള്ളതാ. കെവിനാണ് ദേഷ്യം വന്ന്, അത് ഇമ്പോസിബിളാ, ലിലി അങ്ങനെ ഒരാളല്ല. ഹേ ഞാൻ പറഞ്ഞു തീർന്നില്ല. അത് വേറൊരാളാണ് ചെയ്തതെന്ന് പോലീസ് ഓൾറെഡി കൺഫേം ചെയ്തു. ലിലി ഉടനെ തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ആശ്വാസമായി. അവൻ എഴുന്നേറ്റ്, ഞാൻ റൂമിൽ പോയി ബിയർ കുടിച്ച് കിടക്കാൻ പോവാ. നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നവരെ ആരും എന്നെ വിളിച്ചുണർത്തരുതെന്ന് പറയും. അവനിപ്പോ റൂമിൽ പോയി ബിയറെല്ലാം കഴുകിക്കളഞ്ഞ് രാത്രി 1:30 അലാറം എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ലിലി ജയിലിൽ കിടന്ന് ആലോചിക്കുവാണ്. അച്ഛാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അച്ഛൻ്റെ പേര് ക്ലിയർ ചെയ്യും. ഇപ്പോ സമയമായി. അലാറം അടിക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരും. അവൻ ശബ്ദം ഉണ്ടാക്കാതെ റൂം പൂട്ടി അവിടുന്ന് പോകും. അവൻ എന്നിട്ട് മിസ്റ്റർ യുവിന്റെ വീടിനടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിന്റെ ഡോറിൽ ചെന്ന് തട്ടും. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് ഉള്ളിൽ കയറും. അതില് വേറെ 2 പോലീസുകാർ കൂടിയുണ്ട്. ഓഫീസർ, നമ്മൾ കുറച്ച് ദൂരെയല്ലേ, ആ മതിലിനടുത്ത് കൊണ്ട് പാർക്ക് ചെയ്താലോന്ന് ടിയാൻ ചോദിക്കും. നീ ടെൻഷൻ ആവാതിരിക്കുക, നമ്മുടെ ആൾ അവിടെ ഉണ്ട്. അയാളെ കൊണ്ടത് പറ്റുമോ? ഞാൻ പോയി ഹെൽപ്പ് ചെയ്യണോ? അവൻ എല്ലാ വർഷത്തെയും ഫൈറ്റിംഗ് ചാമ്പ്യനാണ്. അവന്റെ റിഫ്ലക്സ് എങ്ങനെയുണ്ട്? എക്സലന്റ്. അലേർട്ട്നെസ് സൂപ്പർ. ഇതും പറഞ്ഞ് അയാൾ ടിയാനെ ഒന്ന് നോക്കും. പിന്നെ അവൻ മിണ്ടാതിരിക്കും. അങ്ങനെ അവരെ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. പെട്ടെന്നൊരു പട്ടി കുറച്ചും കൊണ്ട് ചാടും. ആരുടെ പട്ടിയാ ഇത്? നീ എവിടെയാ നോക്കുന്നത്? നേരെ നോക്ക്. ഒരു കറുത്ത കോട്ട് ധരിച്ചയാള് മതിലിനടുത്തേക്ക് നടന്നു വരും. നമുക്ക് അയാളെ പോയി പിടിക്കാം. നിക്ക്, അയാൾ ആ മതിൽ കയറുന്നത് വരെ വെയിറ്റ് ചെയ്യ്. ഇത്തവണ അവൻ രക്ഷപ്പെട്ടു പോവില്ല. ടിയാനാണ് ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇവരയാളെ പിടിക്കുവോ അതോ അയാൾ രക്ഷപ്പെട്ടു പോവോ? അടുത്ത എപ്പിസോഡിൽ കാണാം.